വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരകളായവരുടെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം ചോദിച്ച് കാത്തിരുന്ന കേരളത്തിന് കിട്ടിയത് വായ്പ. ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിന് 529.50 കോടി രൂപയുടെ വായ്പയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. സംസ്ഥാനം സമർപ്പിച്ച 16 പ്രൊജക്ടുകൾക്ക് വായ്പയായാണ് പണം അനുവദിച്ചത്. ഈ സാമ്പത്തിക വർഷം തന്നെ ചെലവഴിക്കണം എന്ന നിബന്ധനയോടെയാണ് ഇപ്പോൾ ഈ വായ്പ നൽകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ നഷ്ടം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. കൂടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 16 പ്രത്യേക പ്രോജക്റ്റുകൾ സമർപ്പിച്ച് വായ്പയും ചോദിച്ചിരുന്നു. കേന്ദ്രം പരിഗണിച്ചത് വായ്പാപേക്ഷ മാത്രം. അങ്ങനെയാണ് 529.5 കോടി രൂപയുടെ പ്രത്യേക പലിശരഹിത വായ്പ ലഭിച്ചത്. സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന മൂലധന നിക്ഷേപ സഹായ പദ്ധതി പ്രകാരമാണ് ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ വായ്പ അനുവദിച്ചിരിക്കുന്നത്. മൂലധന നിക്ഷേപ സഹായ പദ്ധതി പ്രകാരമുള്ള വായ്പയ്ക്ക് ഒരു ഗുണമുണ്ട്: പലിശ നൽകേണ്ടതില്ല. തിരിച്ചടവിനും സാവകാശമുണ്ട്. 50 കൊല്ലം കൊണ്ട് വായ്പാ തുക തിരിച്ചടച്ചാൽ മതി. ഈ മാസം 11-നാണ് വായ്പാ സഹായം അനുവദിച്ച് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാന ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ഗ്രാൻഡായി സഹായം പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാന സർക്കാരിന് വായ്പ ലഭിച്ചതിൽ അത്ര തൃപ്തിയില്ല. 2000 കോടിയുടെയെങ്കിലും നഷ്ടം അടിയന്തരമായി അതിനുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് പോലെ ഉള്ള ഗ്രാൻഡാണ് നമ്മൾ ചോദിച്ചത്. സാധാരണ ഇങ്ങനെയുള്ള സഹായമാണ് കൊടുക്കുന്നത്. എന്നാൽ ആ ഗ്രാൻഡായിട്ടുള്ള തുകയല്ല കിട്ടിയത്. പിന്നെ വായ്പ ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ വായ്പയും ചോദിച്ചിരുന്നു. കാരണം ഇത് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. ഇപ്പോൾ കാപ്പെക്സ് സ്കീം അനുസരിച്ചിട്ട് 529 കോടി രൂപയാണ്, ഏകദേശം 530 കോടി രൂപയുടെ വായ്പയാണ് ഇപ്പോൾ കിട്ടിയത്. അത് ദീർഘകാലം കൊണ്ട് അടയ്ക്കേണ്ട വായ്പയാണ്. അത് വായ്പ തിരിച്ചടയ്ക്കണം. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചെലവ് ചെയ്ത് തീർത്താലേ ആ വായ്പയുടെ ഇത് കിട്ടൂ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ടൗൺഷിപ്പിലെ പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണം, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണം, ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, സ്കൂൾ കെട്ടിടത്തിന് പുനർനിർമ്മാണം, കാരാപ്പുഴ ഡാമിൽ നിന്ന് ജലവിതരണ പദ്ധതി, ഫയർ സ്റ്റേഷൻ, വൈദ്യുതി സബ്സ്റ്റേഷൻ തുടങ്ങിയവയുടെ നിർമ്മാണം, കളക്ടറേറ്റിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പ്രത്യേക ബ്ലോക്ക് തുടങ്ങിയ 16 പദ്ധതികൾക്കാണ് കേന്ദ്രം വായ്പാ സഹായം അനുവദിച്ചിരിക്കുന്നത്. മുണ്ടക്കൈയിലെ സർക്കാർ LP സ്കൂളിന് സമീപത്തെ 8-ാം നമ്പർ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണത്തിന് 7 കോടി രൂപ ചോദിച്ചിരുന്നെങ്കിലും ലഭിച്ചത് 94 ലക്ഷം രൂപ മാത്രം. ഈ തുക സംസ്ഥാനം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. ഞങ്ങൾ വായ്പയായി കുറേ വർഷം അങ്ങ് നീട്ടിപ്പിടിച്ച് വായ്പ തരാം എന്നുള്ളതാണ്. അത് ഫെഡറലിസത്തിന് യോജിക്കുന്നതല്ല. അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്തിരിക്കുന്ന ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ്. കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടാണ്. സമയത്തിന് പണം തന്നില്ല, തരാൻ പോകുന്ന പണം അത് വായ്പയായി തരാം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഉചിതമായ നടപടിയല്ല. ആവശ്യപ്പെട്ടത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊണ്ട് തൽക്കാലം കാര്യങ്ങൾ നടത്തേണ്ട അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ. ദുരന്തബാധിതരുടെ സമഗ്ര പ്രതിവാസത്തിനായി ആവശ്യപ്പെട്ട 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് എന്ന് കിട്ടുമെന്നതാണ് കേരളത്തിന്റെ ചോദ്യം. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കേരളം ഒരു പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ ആ പാക്കേജ് കിട്ടിയില്ല. ഇപ്പോൾ കേന്ദ്രം അനുവദിക്കുന്നത് വായ്പയാണ്. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണാം. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട ഒരു സംഭവമാണ്. ഈ 500 ചില്ലാനം കോടി അനുവദിക്കും. ആ അനുവദിക്കുന്ന കോടി തിരിച്ചടക്കണം. നമ്മൾ ഇന്ത്യ രാജ്യത്തുള്ള പ്രദേശമാണ് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശം. അല്ലാതെ നമ്മൾ പുറം രാജ്യത്ത് ആൾക്കാർക്ക് കടം കൊടുക്കുന്നത് പോലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പം നമ്മൾ ഈ ഇന്ത്യക്കാരല്ലേ എന്ന് സംശയിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ്. കറണ്ട് ഒരു നമുക്ക് അറിയാവുന്ന ഒരു ഫണ്ടാണ്. അത് കടമായിട്ട് തരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതൊരു ശരിക്കും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലാണുള്ളത്. അപ്പോൾ ശരിക്കും ഒരു ധനസഹായമായിട്ട് നമ്മുടെ ദുരന്തബാധിതർക്ക് ഒരു പ്രത്യേക പാക്കേജ് തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ബഡ്ജറ്റിൽ ഈ പൈസ അനുവദിക്കുന്നു വിചാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ ബഡ്ജറ്റിലും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല.